ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം ഒരുക്കിയ ഈ വൻകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. परमेश्वर के चरणों में और एक दिन परमेश्वर लेके आए, इसलिए परमेश्वर को धन्यवाद देता हूँ। പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിച്ചു ജോബി കുറെ സമയം കൂടെ സാക്ഷിക്കായി എടുക്കുവാണ്. मुझे लगा जो भी और समय लेगी गवाही के लिए। പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ ഈ സൂം ആരംഭിക്കുമ്പോൾ മുതൽ പാട്ട് പാടുവാനും പ്രാർത്ഥന ലീഡ് ചെയ്യുവാനും പ്രാർത്ഥന സബ്ജക്റ്റ് എല്ലാം ഒരുക്കുവാൻ എല്ലാം ജോബിയും ജോജയും എന്റെ കൂടെ ഉണ്ടായിരുന്നു. क्योंकि जब ये जूम मीटिंग शुरू होने के समय से लेके प्रार्थना लीड करने के लिए और गाना गाने के लिए और सभी के लिए साथ में थे, മാത്രമല്ല എന്റെ രണ്ട് സൈഡിലും എപ്പോഴും അവരുണ്ടായിരുന്നു. और दोनों साइड में हमेशा वो बैठते थे। പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ എല്ലാം ലീഡ് ചെയ്യാനും മീറ്റിംഗിൽ ആക്റ്റീവായി നിന്നു. ദൈവം അവരെ മാനിച്ചു, അനുഗ്രഹിച്ചു. ऐसे प्रार्थना में लीड करने के लिए और परमेश्वर ने उनको सहायता किया है। അവരുടെ ജോബിയുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ ദൈവം കൃപ ചെയ്തു. उनका जो है पढ़ाई पूरा करने परमेश्वर ने सहायता किया है। അതുപോലെ ജോജയുടെയും വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ ദൈവം കൃപ ചെയ്തു. और जोजो का पढ़ाई भी पूरा करने परमेश्वर ने सहायता किया है। അതെല്ലാം നമ്മുടെ ഈ സൂമിന്റെ പ്രാർത്ഥന മുഖാന്തരം ദൈവം ചെയ്ത പ്രവർത്തികളാണ്. तो वो सब हमारे जूम में प्रार्थना के द्वारा परमेश्वर ने किया हुआ काम है। കാരണം നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത് ദൈവം നമുക്ക് വലിയൊരു പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. क्योंकि सुबह उठ के जब हम प्रार्थना करते हैं, इसलिए परमेश्वर ने एक बड़ा प्रतिफल तैयार करके रखा है। നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവം നമുക്ക് മറുപടി നൽകി അനുഗ്രഹിക്കും. हम जो कुछ भी काम करते हैं, परमेश्वर उसका जवाब जरूर देते हैं। കാരണം ഒരിക്കൽ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ഈ ഉറക്കം മെനക്കെടുത്തിയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചാലും പോരെയെന്ന്. ये व्यक्ति ने पूछा था कि ये नींद को खराब करके बैठने की क्या जरूरत है? सोने के समय सोना, प्रार्थना के समय प्रार्थना करना काफी नहीं है क्या? കാരണം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉറക്കം ആവശ്യമാണ്. क्योंकि हम सबको पता है कि हमारे जीवन में नींद बहुत जरूरी है। കഴിഞ്ഞ ദിവസം രാജുഭാഷയായിട്ട് സംസാരിക്കുമ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ഡോക്ടർ പറഞ്ഞ 8 മണിക്കൂർ കണ്ടിന്യൂ ഉറങ്ങണം. तो उस दिन राजू पास्टर जी बता रहे थे कि जो 8 घंटा लगातार सोना चाहिए। എന്നോട് ഡോക്ടർ പറഞ്ഞത് ഉറക്കം കൂടുതൽ വേണമെന്ന്. मुझे तो डॉक्टर ने कहा था कि नींद ज्यादा होना നമ്മുടെ चाहिए। നമ്മുടെ ഈ മീറ്റിംഗ് ആരംഭിക്കുമ്പോൾ നമ്മൾ 5 മണി മുതൽ 7 മണി വരെ ആയിരുന്നു പ്രാർത്ഥന. क्योंकि जब भी हम शुरुआत किया था, तो शुरुआत में 5 से 7 बजे तक था। അപ്പൊ ഒരു 4:45 4:45 വരെ ഉറങ്ങാം. तो मतलब हम एक 3:45 तक सो सकते हैं। എന്നാൽ അതിനുശേഷം നമ്മുടെ പ്രാർത്ഥനയുടെ സമയം 1 മണിക്കൂർ കൂടെ പിന്നിലോട്ടാക്കിയപ്പോൾ അതിലും നേരത്തെ എഴുന്നേൽക്കും. तो फिर थोड़ा 1 घंटा और पीछे किया तो उससे भी जल्दी उठेंगे। അപ്പോ രാത്രിയുള്ള സമയവും നമ്മൾ മിക്കവാറും ലേറ്റ് ആയാണ് ഉറങ്ങുന്നത് തന്നെ. तो रात को बहुत समय हम जो है देरी से सोते हैं। ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ചിലപ്പോ ഒരു 3-4 മണിക്കൂറേ ഉറങ്ങത്തുള്ളൂ. तो मैं तो सोच रहा हूँ कि ऐसे 2-3 ही घंटा सोते हैं। പക്ഷെ രാവിലെ പകൽ സമയം ഉറങ്ങാന്ന് വിചാരിച്ചാൽ അത് പറ്റത്തുമില്ല. और सुबह के समय अगर सोने की कोशिश करेगा तो वो होगा भी नहीं। എന്നാൽ നമ്മൾ ഈ ഉറക്കം മെനക്കെടുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, लेकिन हम ये ऐसा नींद को खराब करके ऐसे प्रार्थना करने का क्या है करके कारण देखेंगे तो ദൈവം നമുക്ക് നൽകിയ ഒരു ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന, അല്ലെങ്കിൽ കർത്താവ് തന്റെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. परमेश्वर ने उनके जीवन में हमें दिखाया हुआ एक बात है। നമ്മുടെ ശരീരത്തിന് വേണ്ടതായ വിശ്രമം വേണം, അത് ശരിയാ. हमारे शरीर को जो है वो विश्राम चाहिए, वो सही है। എന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് വളർച്ച ലഭിക്കണമെങ്കിൽ ശരീരത്തിനുള്ള അധികം വിശ്രമം കൊടുക്കാതിരിക്കുന്നത് നല്ലതാണ്. लेकिन हमारे आत्मिक जीवन में अगर हमें चाहिए ज्यादा, तो हमारे शरीर को ज्यादा विश्राम नहीं देना काफी है। ഞാൻ ഒരിക്കലും ഒരു ദൈവദാസന്റെ ഒരു സാക്ഷി ഇങ്ങനെ കേൾക്കാനിടയായി. एक बार मैंने एक प्रभु के दास के गवाही से सुना था। അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ടതാ. അദ്ദേഹത്തിന് രാത്രികാലം ഉറക്കം കൂടുതലുള്ളത് കൊണ്ട് ഉറക്കം കുറയ്ക്കാൻ അദ്ദേഹം ഒരു പണി ചെയ്തു. उनका गवाही ऐसा था कि वो जो है दिन में सर नींद ज्यादा है बोल के वो कम करने के लिए उन्होंने ऐसे काम किए। രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തത്, रात के समय उठ के प्रार्थना करने के लिए उन्होंने किया काम ये है, അദ്ദേഹം തറയിൽ കുറച്ച് കല്ലുകൾ വിതറിയിട്ട് അതിന്റെ മേലിൽ പാ വിരിച്ച് കിടന്നുറങ്ങും. वे जो है जमीन पे पत्थर रखकर उस पे एक चटाई रखकर फिर वो बैठते थे। കാരണം ആ ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുമ്പോൾ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി. ताकि वो जो नींद में यहाँ वहाँ ऐसे वो घूमने के समय जो है परमेश्वर को धन्यवाद देने के लिए। നമുക്കെല്ലാം ആദ്യമൊക്കെ അലാറം വെച്ച് എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു.
पहले पहले हमें जो है अलार्म रख के जो है उठने का एक आदत था। എന്നാൽ നമ്മുടെ പ്രാർത്ഥന തുടങ്ങിയ ശേഷം നമുക്ക് അലാറത്തിന്റെ ആവശ്യമല്ല, ആ സമയം നമ്മൾ എഴുന്നേൽക്കും. तो फिर प्रातः शुरुआत होने के बाद हमें अलार्म की जरूरत नहीं पड़ी, हम तभी उठ जाते हैं। അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നു. वो हमारे जीवन का एक भाग बन गया, കാരണം കർത്താവായ യേശു ക്രിസ്തു രാത്രി കാലങ്ങളിൽ മൊത്തം പ്രാർത്ഥിക്കും. क्योंकि यीशु मसीह भी रात के समय में प्रार्थना करते थे പകൽ തന്റെ അത്ഭുത പ്രവർത്തികൾ ചെയ്യും. और सुबह में वो अपना अद्भुत काम करते थे। അപ്പോൾ പകൽ അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്യണമെങ്കിൽ രാത്രികാലമുള്ള അല്ലെങ്കിൽ ഉറക്കം മെനക്കെടുത്തിയുള്ള പ്രാർത്ഥന ആവശ്യം. तो अगर जो है सुबह ऐसे करना है तो अद्भुत काम, रात को प्रार्थना जरूरी है। കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, पिछले दिनों में मेरे दोस्त मुझे जो है फोन करके ऐसे बोला, പക്ഷെ ദൈവം കർത്താവായ യേശു ക്രിസ്തു രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. पर यीशु मसीह जो है रात के समय में प्रार्थना करते थे। ആമേൻ. ദൈവത്തിന്റെ വചനവും പറയുന്നു രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. वचन भी कहता है कि रात को उठ के जो है प्रार्थना करना करके। അപ്പൊ നമ്മൾ ഈ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് तो हम सुबह उठ के जो प्रार्थना करने की वजह से നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. तो हमें बहुत सारी बातों को जो है मिल सकता है। എന്നാൽ നമ്മൾ ആത്മീക ജീവിതത്തിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അനേക നഷ്ടങ്ങളും സംഭവിക്കും. परंतु आत्मिक दिशा अगर हम सो जाएंगे तो कई नष्ट भी हो सकते हैं। കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നിന്നും. पिछले दिनों में हम इफिसियों किताब 5 का 14 आयत में ऐसे देखा था। ആമേൻ. അവിടെ നിന്ന് വായിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. वहां पे लिखा है, इस कारण वह कहता है कि हे सोने वालों जाग और मुर्दे में से जी उठ, तो मसीह की ज्योति तुझ पर चमकेगी। അപ്പോ ആത്മീകമായ ഒരു ഉറക്കം മനുഷ്യനെ പലപ്പോഴും ബാധിക്കാറുണ്ട്. तो आत्मिक रीति से जो नींद है वो मनुष्य को हमेशा मुश्किल होता है। അപ്പോൾ എവിടെയാ പോകുന്നത്? തന്റെ ആത്മീക ജീവിതം നഷ്ടപ്പെട്ടു പോകും. तो उनका आत्मिक जीवन जो है वो नष्ट हो जाता है। അപ്പോ ഉറക്കത്തിൽ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് ഒന്ന്, ആത്മീക ജീവിതം നഷ്ടപ്പെടുന്നു. तो नींद में एक होता है कि आत्मिक जीवन नष्ट होता है। ആ ആത്മീക ജീവിതം തിരിച്ചു ലഭിക്കണമെങ്കിൽ വചനം പറയുന്നു നീ എഴുന്നേൽക്ക. वो आत्मिक जीवन नहीं नष्ट होना है तो वचन कहता है कि तुम उठो। അവൻ എഴുന്നേൽക്കുമ്പോൾ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ട് കിടക്കുന്ന ജീവിതത്തെ കുറിച്ച് അറിയുവാൻ കഴിയും. अगर तुम उठोगे तभी नष्ट हो जा रहा है वो जीवन के बारे में पता चलेगा। ഉറങ്ങുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. सोने के समय हम वो पता लगाना जरूरी नहीं है। അതാണ് കർത്താവായ യേശു ക്രിസ്തു 10 കന്യകമാരുടെ ഉപമയിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. वही यीशु मसीह भी वो जो 10 कुंवारियों का वो दृष्टांत के द्वारा बताए थे। 10 പേരും കിടന്ന് ഉറങ്ങി, പക്ഷേ മണവാളൻ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. 10 जन भी सो गए थे, लेकिन जब दुल्हा आने के समय सभी लोग उठ गए। അതിൽ 5 പേര് നോക്കുമ്പോൾ അവരുടെ വെളിച്ചം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ എണ്ണ നഷ്ടപ്പെട്ടത് മനസ്സിലായി. 5 जन जो है वो अपना जो है तेल नहीं होने की वजह से वो आगे नहीं बढ़ पाए। അത് കാരണം അവർ ഉറങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായില്ല അവരുടെ എണ്ണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. कारण ये है कि जब वे सोए थे उनको पता नहीं था कि उनका जो तेल है वो नष्ट होते जा रहा था। അവർക്ക് എടുക്കേണ്ട സാധനങ്ങൾ എടുക്കണമെന്നുള്ളത് പോലും അവർ മറന്നുപോയി. जो काम उनको लेना है वो लेना है करके वो भूल गए। എന്നാൽ ആമേൻ 5 പേര് അതെല്ലാം ശ്രദ്ധയോടെ കരുതി വെച്ചു. लेकिन 5 जन जो है उसको ध्यान से रखा था, അതുകൊണ്ട് അവർക്ക് ആ മണവാളനോട് കൂടെ ചേരുവാൻ സാധിച്ചു. इसलिए उनको उस दुल्हा के साथ रहने के लिए मिला। നോക്കിയേ, ഈ എണ്ണ നഷ്ടപ്പെട്ട 5 പേർക്കും ആ മണവാളനെ കാണുവാനോ അവരോട് കൂടെ ചേരുവാനോ കഴിഞ്ഞില്ല. देखिए 5 जन जिसका तेल नष्ट हो गया वे जुड़ नहीं पाए उस दुल्हा के साथ। അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് നീ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക. इसलिए परमेश्वर का वचन कहता है तुम मरे हुए में से जी उठो। കാരണം ഈ മരണപ്പെട്ടവരുടെ ഇടയിൽ, ആത്മീക മരണം സംഭവിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റാൽ क्योंकि आत्मिक स्थिति से मौत हुई उनके बीच में से उठेंगे तो നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കും. तुम्हारे पर परमेश्वर का प्रकाश चमकेगा। ആമേൻ. ആ പ്രകാശം ലഭിക്കണമെങ്കിൽ അവരുടെ ഇടയിൽ നിന്നും നാം എഴുന്നേറ്റേ മതിയാവും. वो प्रकाश पाना है तो उनके बीच में से हमें उठना होगा। മാത്രമല്ല 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ वही नहीं, 1 कोरिन्थियों 10 का 4 में जाने के समय അവിടെ അപ്പോസ്തലനായ ആമേൻ പൗലോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. और प्रेरित पौलुस एक बात कहता है, അവിടെ ആമേൻ ഉറങ്ങിയാൽ സംഭവിക്കുന്ന ഒരു നഷ്ടം वहां पे सोने पर होने वाला एक नष्ट के बारे में ആത്മീക ആകാരം നഷ്ടപ്പെടുന്നു.
आत्मिक जो है भोजन नष्ट होता है। കാരണം ഇവിടെ പറയുന്ന എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവാകുന്നു. क्योंकि वचन में से लिखा है कि और सबने एक ही आत्मिक जल पिया, क्योंकि वे उस आत्मिक चट्टान से पीते थे जो उनके साथ साथ चलती थी, और वह മൂന്നാം चट्टान मसीह था। മൂന്നാം വാക്യത്തിൽ പറയുന്നു എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. और तीसरे में लिखा है कि सभी ने एक ही आत्मिक भोजन किया। അപ്പൊ ആത്മീക ആഹാരം ലഭിക്കണമെങ്കിൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കണം. तो मतलब आत्मिक भोजन प्राप्त करना है तो तुम्हें उस नींद से उठना होगा। ഈ ആത്മീക ഉറക്കത്തിൽ കിടക്കുമ്പോൾ നമുക്കുള്ള ആത്മീക ആഹാരം നഷ്ടപ്പെടും. तो आत्मिक हम जो है नींद में रहने के समय आत्मिक भोजन हम नष्ट कर लेंगे। ഈ ആത്മീക ആഹാരം ലഭിച്ചാൽ എന്താ സംഭവിക്കുന്നത്? पता है क्या होगा अगर ये नष्ट हो गया तो? ഏലിയാവിനോട് ചോദിച്ചാൽ ഏലിയാവ് പറയും, एलिया को पूछे तो एलिया बताएगा। അവൻ നിരാശനായി മരണം ആഗ്രഹിച്ചുകൊണ്ട് ഇതാ ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുക. वो निराश होके जो है मृत्यु का डर से वो एक पेड़ के नीचे आराम कर रहा है। അവൻ ഇനി മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവൻ ചെന്ന് കിടന്നുറങ്ങുക. अरे मर गया तो ये काफी है करके बोल के वो बैठा है। അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആശയെല്ലാം നഷ്ടപ്പെട്ടു. उनका जीवन में वो आशा सब नष्ट हो गया। അവൻ ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയത്തില്ല എന്നവൻ തീരുമാനമെടുത്തു. वो आगे जो है नहीं जी सकता करके सोच के वो ऐसा एक ठान ले लिया, അവൻ ചെന്ന് കിടന്ന് ഉറങ്ങി. और वो जाके सो गया। അവൻ ഒന്ന് ചിന്തിച്ച്, ജീവിതത്തില് ഭയപ്പെടുമ്പോൾ എങ്ങനെയാ ഉറങ്ങാൻ കഴിയുന്നത്? सोच के देखिए, अगर जीवन में डर है तो कैसे सो सकते हैं? മരണം അടുത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞാൽ എങ്ങനെയാ ഉറങ്ങാൻ കഴിയുന്നത്? मृत्यु एकदम पास में है करके पता चले तो कैसे हम सो सकते हैं? പക്ഷെ ആ സമയത്ത് ഏലിയാവ് പോയി കിടന്നുറങ്ങി. परंतु उस समय एलिया क्या जाके सो गया। ഉറക്കത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. और नींद में क्या हुआ करके हमको पता है। ദൂതൻ വന്നു തട്ടി എഴുന്നേൽപ്പിച്ചു. स्वर्गदूत आया, उनको उठाया, അവൻ ആത്മീക ആഹാരം കൊടുത്തു. आत्मिक उनको भोजन दिया। ആ ആത്മീക ആഹാരത്തിൽ അവൻ 40 ദിവസം ഓടുവാനുള്ള ആത്മബലം അവന് ലഭിച്ചു. और जो है वो आत्मिक से जो है भागने का वो कर पाया। നമ്മുടെ ജീവിതത്തിൽ ശാരീരിക ഭോജനം നമ്മൾ കഴിക്കാറുണ്ട്. हम जो जीवन में शारीरिक भोजन हम खाते हैं, എന്നാൽ ആത്മീക ഭോജനം കഴിക്കുമ്പോൾ ശരീരത്തിനും ആത്മാവിനും ബലം ലഭിക്കുന്നു. लेकिन हम जो है आत्मिक भोजन खाने के समय आत्मा शरीर दोनों को बल प्राप्त होता है। അതുകൊണ്ട് നമ്മുടെ ആത്മാവിന് കൊടുക്കുവാനുള്ള ഭോജനം നമ്മൾ കൊടുത്തേ മതിയാവും. इसीलिए हमारे आत्मा को देने का भोजन हमको देना ही चाहिए। അപ്പൊ ആത്മാവിന് കൊടുക്കുവാനുള്ള ഭോജനം നമ്മൾ കൊടുക്കണമെങ്കിൽ तो आत्मा को देने वाला भोजन अगर हमें देना है तो അതാണ് ദൈവത്തിന്റെ വചനം എന്ന ആത്മീക ആഹാരം. वो है परमेश्वर का वचन करके आत्मिक भोजन। പത്രോസ് പറയുന്നു അത് ആമേൻ പ്രൈസ് ദി ലോർഡ്, അത് എന്താ പാലാണ്. तो वो कहता है कि पौलुस कहता है कि वो दूध है, आत्मिक दूध। അപ്പൊ ആ ആത്മീക പാല് കുടിക്കണമെങ്കിൽ പത്രോസ് പറയുന്നു ചിലതെല്ലാം കളയണം. तो आत्मिक दूध पीना है तो पतरस कहता है कि कुछ ना कुछ हमें छोड़ना होगा। ആ ചിലത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ആത്മീക പാല് കുടിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പത്രോസ് പറയും. हम कुछ छोड़ेंगे तो ही हम ये आत्मिक दूध को पी सकते करके पतरस कहता है। നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ആത്മീക പാല് കുടിക്കാൻ കഴിയത്തുള്ളൂ. हमारे जीवन में कुछ छोड़ेंगे तो ही हमें आत्मिक दूध मिला करके बोलते हैं। കാരണം നാം എല്ലാവരും വചനം കേൾക്കുന്നവരാ. क्योंकि हम सब वचन सुनने वाले हैं। ആ വചനം ഗ്രഹിക്കണമെങ്കിൽ അത് ഉള്ളിൽ കരുതണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. तो अगर उसे हमें ग्रहण करना है, तो अंदर रखना है, तो हमारे जीवन में एक बदलाव होना चाहिए। അപ്പൊ ഉറങ്ങിയാൽ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ആത്മീക ആഹാരം നഷ്ടപ്പെടുന്നു. तो सोने के समय दूसरा बात जो होता है नष्ट, वो ये है कि आत्मिक भोजन को नष्ट कर देते हैं। ആ ആത്മീക ആഹാരം ലഭിക്കണമെങ്കിൽ നാം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റാൽ മതിയാവും. वो आत्मिक भोजन जो प्राप्त करना है तो हमें उस नींद से उठना ही होगा। ആമേൻ. ആ ആത്മീക ഭോജനം നമ്മൾ കഴിച്ച് തൃപ്തി അടയുമ്പോൾ നമുക്ക് ഓടുവാനുള്ള ആത്മബലം ലഭിക്കും. जब भी हम उस आत्मिक भोजन को पाते हैं तभी ही हम जो है आत्मिक से भाग पाएंगे। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് എഴുന്നേൽക്കാം, ആത്മീക ഭോജനത്തിനായി നമുക്ക് ഒരുങ്ങാം. इसलिए इन दिनों में हमें उठना है, उस आत्मिक भोजन के लिए हमें तैयार होना है। ആമേൻ. മൂന്നാമത് ആമേൻ ഉറങ്ങിയാലുള്ള നഷ്ടം. तीसरा जो नष्ट होता है, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. प्रेरितों की किताब उसका 20वां अध्याय में हम जाने से वहां पे हम देख सकते हैं। അതിന്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു വ്യക്തിയെ കാണാൻ കഴിയുന്നു. उसका 9वां आयत में एक व्यक्ति को हम देख सकते हैं। ആമേൻ. ആത്മീക ആരാധന നഷ്ടപ്പെട്ട അവസ്ഥ. आत्मिक आराधना नष्ट हुआ जैसा अवस्था। അവൻ ആരാധനയിൽ പങ്കെടുത്തവനാ. वो आराधना में भाग लिया हुआ है,
ഇന്നും പലപ്പോഴും അങ്ങനെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു വിഷയമായി ഇവിടെ കാണുന്നത്. आज भी ऐसे ही है, हम आराधना में भाग लेने के समय होने वाला कुछ बात है जो यहाँ पे दिखते हैं। പൗലോസ് വളരെ നേരം സംഭാഷിക്കുകയാൽ നിദ്രാവശനായി മൂന്നാം തട്ടിൽ നിന്നും ആമേ താഴെ വീണ് മരിച്ച ഒരു വ്യക്തിയെ കുറിച്ച് കാണുവാൻ കഴിയും. पौलुस ज्यादा समय तक बात करने के बात करने की वजह से वो बैठा हुआ गहरी नींद से झुक रहा था, और फिर वैसे वो गिर के मरा हुआ एक व्यक्ति के बारे में हम देख सकते हैं। ആമേൻ പ്രൈസ് ദി ലോർഡ്. അവന്റെ പേര് യൂത്തിക്കോസ് ആണ്. उनका नाम यूतिकुस है। അവൻ ഇരുന്നത് പ്രൈസ് ദി ലോർഡ് മാളികയിൽ, ആമേൻ മാളികയിലെ കിളിവാതിൽക്കലായിരുന്നത്. वो खिड़की पर बैठा हुआ था। ഇന്നും പ്രൈസ് ദി ലോർഡ് അനേകർ ഇരിക്കുന്നത് ഈ കിളിവാതിലായിരിക്കുന്നത്. आई बहुत लोग जो है खिड़की के पास बैठे हैं। പ്രൈസ് ദി ലോർഡ് ആരാധനയിലാണ് ഇരിക്കുന്നത്, പക്ഷെ ആ ഇരിപ്പ് കിളിവാതില്ല. आराम में बैठे हैं, लेकिन वो क्या है, खिड़की के पास बैठे हैं। ഈ കിളിവാതിൽ ഇരുന്നാലുള്ള കാര്യം എന്തെന്നറിയാമോ? पता है खिड़की के पास बैठेगा तो उसका समस्या क्या है? അകത്തുള്ളതും പുറത്തുള്ളതും കാണുവാൻ കഴിയും. अंदर का बाहर का दोनों देखने मिलेगा, പക്ഷെ രണ്ടിടത്തും ശ്രദ്ധ കൊടുക്കാൻ കഴിയത്തില്ല. लेकिन दोनों बाजू ध्यान देने नहीं होगा। എല്ലാം കാണാൻ കഴിയും, सब कुछ देख पाएंगे, പക്ഷെ പ്രാപിക്കാൻ കഴിയത്തില്ല. लेकिन प्राप्त नहीं कर पाएंगे। പ്രൈസ് ദി ലോർഡ് എല്ലാം മനസ്സിലാക്കാൻ കഴിയും, तो सब कुछ हम समझ सकते हैं, പക്ഷെ ഒന്നും പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല. लेकिन कुछ भी प्राप्त नहीं कर सकते हैं, കാരണം പകുതി പുറത്തും പകുതി അകത്തും. क्योंकि आधा अंदर आधा बाहर है। കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് പ്രൈസ് ദി ലോർഡ് എന്താ പറയുന്നത്, ചൂടും തണുപ്പും കൂടെ ഒരുമിച്ചുള്ള ഒരു അവസ്ഥ. मसीह भाषा में देखेंगे तो ये है ठंडा गर्म दोनों भी हुआ अवस्था। എന്ന് പറഞ്ഞാൽ ആമേൻ യേശുക്രിസ്തു പറഞ്ഞത് ഒന്നുകിൽ നീ ശീതവാനായിരിക്കുക അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കുക. क्योंकि यीशु मसीह ने कहा कि एक तो तू ठंडा रहे, नहीं तो तू गर्म रहे। ഇത് ശീതോഷ്ണ അവസ്ഥയിലായിരിക്കുന്നത്. ये गुनगुना अवस्था में है। എന്ന് പറഞ്ഞാൽ ആമേൻ ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചൂടുണ്ട്, मतलब एक बार देखने समय जो है गर्म है, ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ തണുപ്പുമുണ്ട്. और एक जगह देखेगा तो वो ठंडा भी है। ഒരു ഭാഗം നോക്കുമ്പോൾ ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയുണ്ട്, എല്ലാം ഉണ്ട്. एक जगह देखा देखो कि प्रार्थना है, आराधना है, अन्य भाषा सब कुछ है, എന്നാൽ മറുവശം നോക്കുമ്പോൾ ആമേൻ ലോകപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. लेकिन दूसरी तरफ से देखिएगा तो कि दुनिया की सब बातें चल रहा है। ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം പറയാനിടയായി, ये मैं जो है पिछले दिनों में बताया था। വിശ്വാസികളെ കാണുമ്പോൾ, വിശ്വാസികളുടെ ചില സ്ഥലത്ത് നിൽക്കുമ്പോൾ വിശ്വാസികളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. विश्वासियों को स्थान में रुके अगर हम विश्वासी के बारे में देखें तो कुछ बातें समझ में आता है। വിവാഹത്തിന് പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പോകും, और विवाह में जाने के समय उसके तरह से जाते हैं, മാർക്കറ്റിൽ പോകാൻ അതിൻ്റെതായ രീതിയിൽ പോകും, मार्केट में जाने के समय उसके अवस्था से जाते हैं, പക്ഷെ ദൈവസന്നിധിയിൽ വരുമ്പോൾ മാത്രം ഒരു ഒരുക്കവുമില്ല, ഒരു തയ്യാറുമില്ല. तो परमेश्वर के चरण में आने के समय कोई तैयारी नहीं है, और कोई कुछ हम तैयार कुछ नहीं होते हैं। എന്ന് പറഞ്ഞാൽ ആമേൻ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെതായ തയ്യാറെടുപ്പോടുകൂടെ കടന്നു ചെല്ലും. तो मतलब दूसरी जगह में जाने के समय उसके तैयारी से हम जाते हैं। എന്തിനാ? മറ്റുള്ളവരെ കാണാൻ, മറ്റുള്ളവർ നമ്മെ കാണണം, നമ്മെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയണം. क्योंकि बाकी लोग, दूसरे लोग मेरे बारे में मुझे देखे, दूसरे लोग मेरे बारे में कुछ बात करें। ഞാൻ പറയുന്നത് ദൈവസന്നിധിയിൽ പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും തയ്യാറായി ഒരുക്കത്തോടു കൂടെ കടന്നു ചെല്ലേണ്ടത്. परंतु मैं बोलता हूँ कि परमेश्वर के चरणों में जाने के समय हमें सबसे ज्यादा तैयारी के साथ जाना चाहिए। എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ നിന്നും എന്തെങ്കിലും പ്രാപിക്കുവാനുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. क्योंकि परमेश्वर के चरणों में जाने के समय कुछ प्राप्त करने की उस तैयारी से जाना चाहिए। ആ പ്രാപിക്കാനുള്ള ഒരുക്കവും തയ്യാറും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ വെറുതെ ചെന്നിരുന്നിട്ട് വരുന്നത് പോലെ ഇരിക്കും. क्योंकि अगर हम कुछ तैयारी नहीं रहेगा तो फिर कुछ नहीं होगा हमारे जीवन में। ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ അതിൻ്റെതായ ഒരുക്കത്തോടു കൂടെ ആയിരിക്കാം. अगर परमेश्वर से कुछ प्राप्त करना है तो उसकी तैयारी से हमें होना चाहिए। ദൈവം ഇസ്രായേൽ ജനത്തോടും പറഞ്ഞത് അങ്ങനെയാ, ഇന്ന് നിങ്ങൾ ഒരുങ്ങി ശുദ്ധീകരണത്തോടുകൂടെ ഇരിക്കുക, നാളെ നിങ്ങൾ അത്ഭുതം കാണും. परमेश्वर ने भी ये कहा कि आज तुम तैयारी के साथ रहो और पवित्र रहो, कल तुम महिमा देखोगे। അതെ, നമ്മൾ ഒരുക്കത്തോടെ ഇരുന്നാൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. अगर हम तैयारी से रहेंगे तो ही हम कुछ प्राप्त कर सकते हैं। ഇവിടെ ഈ യൂത്തിക്കോസിന്റെ ഇരിപ്പെന്ന് പറഞ്ഞാൽ അവൻ കിളിവാതിലായിരിക്കുന്നത്. यूतिफुस यहाँ पे क्या है, वो खिड़की में बैठा है। നമുക്ക് പറയാം അവിടെ നിറയെ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് അവൻ അവിടെ ഇരുന്നത്. तो वहाँ पे हम बोल सकते हैं कि हाँ वहाँ पे बहुत लोग बैठे रहेंगे इसलिए वहाँ बैठा था। പക്ഷെ അതുകൊണ്ട് സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, परंतु उसके हुआ क्या है पूछेंगे तो ഈ അകത്തുള്ള ചൂട് അവനെ ഒരു വശത്ത് ഞെരുക്കുന്നുണ്ട്, अंदर का गर्म जो है उसे एक तरफ से हो रहा है, ആമെ പുറത്തുള്ള നല്ല തണുത്ത കാറ്റും ലഭിക്കുന്നുണ്ട്. और लेकिन बाहर से जो है ठंडा हवा भी उनको मिल रहा है। അവൻ ഇരിക്കാനുള്ള കാരണം അതാ.
उनका बैठने का कारण ये है, ആരാധനയിൽ അലക്ഷ്യമായിരിക്കുന്നത്. आराधना में जो है वो ठीक से नहीं बैठे हैं। ആരാധനയിൽ നിന്നെങ്കിലും പ്രാപിക്കണമെന്ന ഒരുക്കം അവർക്കില്ല. आराधना में से कुछ प्राप्त करने का जो है तैयारी उनको नहीं है। ഒരിക്കലും ഒരു സഹോദരി എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, एक बार एक बहन ने मुझे ऐसा कहा, പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ ഇരിക്കും, മെസ്സേജിന്റെ സമയത്ത് മിക്കവാറും കിച്ചണിലായിരിക്കും. पश्चिम आने समय मैं रहती हूँ और प्रार्थना के समय मैं किचन में रहती हूँ। എന്നാൽ ഒരു ദിവസം വചനം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ വചനം എന്നോട് സംസാരിക്കുന്നതായിട്ട് തോന്നി. एक दिन वचन सुनने के समय वचन मुझसे बात करते करके मुझे लगा, ഞാൻ പെട്ടെന്ന് ഒരു തുണി എടുത്ത് തലയിലിട്ട് അവിടെ തന്നെ മുട്ടിന്മേൽ നിന്ന് ആ മെസ്സേജ് തീരുന്നത് വരെ അവിടെ ഇരുന്ന് മെസ്സേജ് കേൾക്കാനിടയായി. मैं तुरंत ही घुटने टेकी और मैसेज खत्म होने तक मैं वहीं पे वो सुन के बैठी रही। നമ്മൾ ഏത് അവസ്ഥയിൽ എവിടെ ആയിരുന്നാലും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഒരുക്കത്തോടെ ഇരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. हम कोई भी अवस्था में हम जो है अगर तैयारी से रहेंगे तो परमेश्वर हमसे बात करने के लिए तैयार है। കാരണം ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം എന്തെങ്കിലും ചെയ്യുന്നത്. क्योंकि जो तैयारी से बैठता है उनके लिए कुछ करने के लिए परमेश्वर है। ഒന്ന് നമ്മുടെ ഇരിപ്പ് നേരെ ആയിരിക്കണം. एक हमारा बैठने का तरीका सही होना चाहिए। കാരണം യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്ക് കൊടുത്തപ്പോൾ क्योंकि यीशु मसीह 5 रोटी 2 मछली से जब 5,000 लोगों को देने के समय, നമ്മൾ ഇന്ന് കല്യാണ വീടുകളിലും മറ്റു പല ഇടങ്ങളിലും കാണുന്നത് പോലെ അല്ല അവരിന്ന് കഴിച്ചത്. तो वे लोग हम जैसा विवाह में देखते हैं, बाकी जगह में देखते हैं, वैसा नहीं वो लोग थे। കാരണം ഇന്ന് ഇരിക്കാനുള്ള സ്ഥലമില്ലായെങ്കിലും കയ്യിലെടുത്ത് കൊണ്ട് നടന്ന് ഭക്ഷിക്കുന്ന ഒരു സ്വഭാവം. क्योंकि आज तो अगर बैठने जगह नहीं तो भी हाथ में लेके जाके तो हम खाते हैं। പക്ഷെ യേശു എന്താ പറഞ്ഞേ? परंतु यीशु मसीह ने क्या कहा? ശിഷ്യന്മാരോട് പറഞ്ഞത് ജനത്തെ 50 വീതവും 100 വീതവും പന്തിയായി ഇരുത്താനാ പറഞ്ഞ, വരി വരിയായിട്ട്. यीशु मसीह ने कहा कि लोगों को 50 और 100 करके ऐसे एक लाइन से बैठने के लिए कहा। കാരണം ഇരിക്കേണ്ട രീതിയിൽ ഇരുന്നാൽ മാത്രമേ വിളമ്പാൻ കഴിയത്തുള്ളൂ. क्योंकि अगर बैठने के समय से बैठेगा तो ही हम जो है बांट पाएंगे। അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും അത് കൊടുക്കുവാൻ കഴിയും, ബാക്കിയുള്ളത് സൂക്ഷിച്ചെടുക്കുവാനും കഴിയും. ऐसा बैठने पर ही जो है सभी लोगों को दे पाएंगे और बाकी जो बचेगा वो भी कर पाएंगे। അപ്പോൾ നാം ഇരിക്കേണ്ട രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലഭിക്കേണ്ടതെല്ലാം നമുക്ക് ലഭിക്കും. तो बैठने के तरीके से हम बैठेंगे तो जो मिलना है वैसा मिलेगा। ദൈവസന്നിധിയിൽ എങ്ങനെയെങ്കിലും വന്നിരുന്നാൽ ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. परमेश्वर के चरणों में कैसे भी आके बैठेगा तो कुछ भी नहीं मिलेगा। ഈ യൂത്തിക്കോസ് അങ്ങനെയാ വന്നിരുന്നത്. युति को ये जो है वो भी ऐसे आके बैठा था। അവന്റെ ഇരിപ്പെന്ന് പറഞ്ഞാൽ അകത്ത് പകുതി പുറത്ത് പകുതി. उनका बैठने कैसा था कि अंदर थोड़ा बाहर थोड़ा। പ്രൈസലോട്. കാരണം അവൻ അകത്തുള്ളതും കാണുവാനും കേൾക്കുവാനും ആഗ്രഹിക്കുന്നു, പുറത്തുള്ളതും കാണുവാനും കേൾക്കുവാനും कि ആഗ്രഹിക്കുന്നു. वो अंदर का ही बोलना सुनना चाहता है और जो है बाहर का भी वो सुनना चाहता है। അതുകൊണ്ട് അവൻ ഒന്നും പ്രാപിക്കാതെ ആ ആരാധനയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. इसीलिए वो कुछ भी प्राप्त करे बिना वो आराधना में सो गया। അവൻ ആരാധനയിൽ ഉറങ്ങിയത് കൊണ്ട്, और वो आराधना में सो गया बोल के, വചനം ശ്രദ്ധിക്കാതെ ഉറങ്ങിയത് കൊണ്ട് वचन सुने बिना सोया इसीलिए അവന്റെ ജീവൻ നഷ്ടപ്പെടുവാനിടയായി. उनका जीवन नष्ट हो गया। എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് താഴെ വീണു മരിച്ചവനായി കണ്ടു എന്ന വചനം പറയുന്നു. मतलब ऐसा लिखा है कि वहां से नीचे गिर के मर गया करके वचन कहता है। അപ്പോ ആരാധനയിൽ ഉറങ്ങിയാൽ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. तो अगर आराधना में सोएंगे तो जीवन नष्ट होने का जो है जीवन नष्ट हो सकता है। എന്നാൽ ആമേൻ പൗലോസ് ഇറങ്ങിച്ചെന്ന് അവനെ ജീവനുള്ളവനായി മടക്കി കൊണ്ടുവന്നു. लेकिन पौलुस जो है उनको जीवित करके जो है लेके आया। ആമേൻ പ്രൈസ് ദി ലോർഡ്. ആരാധനയിൽ അവൻ ഉറങ്ങി, അവന് വലിയ നഷ്ടമാണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. आराधना सोने के वजह से बड़ा नष्ट उनको हुआ। കാരണം പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ ആ രീതിയിൽ നമ്മൾ കടന്നു വരിക, ആ രീതിയിൽ നാം ഇരിക്കുക. क्योंकि परमेश्वर का आराधना करने के समय उसी रीति में हमें होना चाहिए, उसी रीति में हमें करना चाहिए। അതുകൊണ്ട് ആരാധനയിൽ നാം പൂർണ്ണമായി ആമേൻ പങ്കെടുക്കുമ്പോൾ മാത്രമേ ആ പൂർണ്ണ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ കഴിയത്തുള്ളൂ. इसीलिए आराधना में हम जो है उसी समय उसी प्रकार से भाग लेंगे तो ही हमें वो आशीष मिलेगा। ഒരിക്കൽ ഞാൻ എന്റെ നാട്ടിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. और ये मैं एक बार जो है मैं अपने दोस्त के घर गया था। വൈകുന്നേര സമയമായതുകൊണ്ട് അവരുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയമായിരുന്നു. सुबह का समय शाम का समय था बोल के उनका जो है परिवार का प्रार्थना चल रहा था। എന്നാൽ അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ സഹോദരനോട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഇപ്പോ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടാരങ്ങൾ വെവ്വേറെയാണ് നടത്തുന്നത്. लेकिन जाने के समय वो भाई कह रहा था कि हमारा जो प्रार्थना हम अलग अलग करके करते हैं। എന്ന് പറഞ്ഞാൽ 2 സഹോദരങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നു, 2 കുടുംബം, അതോടൊപ്പം മാതാവുമുണ്ട്.
मेरे 2 जो भाई है एक साथ जो है रहते हैं और फिर वहाँ पे एक माता भी है। ഇവരുടെ കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് കൂടിയിരുന്ന് വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. और वो जो है पूरा परिवार एक साथ बैठ के प्रार्थना करने का समय है। ഇപ്പോൾ ആ പ്രാർത്ഥന ഓരോരുത്തരും അവരവരുടെ റൂമുകളിലാക്കി മാറ്റി. और अभी वो प्रार्थना जो सभी लोग अपने अपने रूम में करना शुरू कर दिया। ഞങ്ങളുടെ നാട്ടില് ആദ്യമായിട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന മാതാവായിരുന്നു ആ മാതാവ്. हमारे इसमें देखा जाएगा तो सबसे पहला पेंटेकोस्ट में आया हुआ माता थी वे। അവർക്ക് 3 ആൺമക്കളാണ്. उनको 3 जो है लड़के हैं അവർ 3 പേരും കുടുംബമായി കഴിയുന്നു, മക്കളുണ്ട്. और तीनों एक साथ रहते हैं, बच्चे हैं। ഈ മൂത്ത മകൻ തൊട്ടടുത്ത് തന്നെ സ്വന്തമായ ഒരു ഭവനം പണിത് അവിടെയാണ് താമസിക്കുന്നത്. और ये जो है उनके बाजू में ही एक भवन बना के रहते हैं। മറ്റു 2 മക്കളും ഈ വീട്ടിൽ തന്നെ അമ്മയോടൊപ്പം താമസിക്കുന്നു. और जो है बाकी भी वहीं पे रहते हैं। എന്നാൽ ഈ മൂത്ത മകൻ വളരെ മദ്യപാനിയും വഴക്കുണ്ടാക്കുന്നവനും ആയതുകൊണ്ട് लेकिन ये जो है बड़ा वाला जो है बहुत पीता है और झगड़ा करता है, इसीलिए ഈ മാതാവിന് എപ്പോഴും ആ മകനെ കുറിച്ചാണ് ചിന്ത. और इसीलिए जो है उनको माता को हमेशा उसके बारे में चिंतित रहते हैं। രാത്രി പ്രാർത്ഥനയ്ക്കായി കൂടി വന്ന് ഒരുമിച്ചിരുന്ന് പാട്ട് പാടി ആരംഭിക്കുമ്പോൾ तो रात को प्रार्थना करने से मैं गाना गाकर शुरुआत करने के समय ഉടനെ അമ്മ ഇടയ്ക്ക് പറയും, ഒന്ന് പാട്ട് നിർത്തിയേ. तो ये माता जी बोलेगी थोड़ा प्रार्थना जो है गाना 1 मिनट रुको। മൂത്ത മകന്റെ വീട്ടിൽ അവിടെ വഴക്ക് നടക്കുന്നു തോന്നുന്നു. पहला बेटा के यहाँ पे झगड़ा हो रहा है शायद। പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഇത് തന്നെ വിഷയം. और फिर प्रार्थना शुरू होने से समय यही है विषय। ഇരിക്കുന്നത് പ്രാർത്ഥനയില്ല, പക്ഷെ ചിന്ത മൊത്തവും മകനെ കുറിച്ചാണ്. जो है बैठे हैं प्रार्थना में, लेकिन जो चिंता पूरा जो है बेटे के ऊपर है। അതുകൊണ്ട് ആ പ്രാർത്ഥന അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ പോകുന്നു. इसीलिए प्रार्थना को कंटिन्यू नहीं कर पाते हैं। അതുകൊണ്ട് 2 മക്കളും ഒരു തീരുമാനമെടുത്തു, ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളുടെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചോളാം, അമ്മ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. इसीलिए वो लोग ने ऐसे सोच लिया कि तुम जो है अपने घर में ही प्रार्थना करो, हम अपने घर में प्रार्थना करेंगे। എന്ന് പറഞ്ഞാൽ ആമേൻ ഒരുമിച്ചിരുന്നുള്ള ആ കൂട്ടായ്മയിൽ അവർക്ക് അവിടെ വിള്ളൽ സംഭവിച്ചു. मतलब एक साथ रहने का वो जो इकट्ठा होने में वहां पे उनको एक बीच आ गया। പ്രാർത്ഥനയിൽ എപ്പോഴും ഒരു ഏകാഗ്രത ആവശ്യമാണ്. प्रार्थना में हमेशा जो एक एकत्र होना जरूरी है। ആമേൻ ഒരു മനസ്സോടുകൂടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ അവിടെ വിടുതൽ കാണുവാൻ കഴിയൂ. अगर हम एक मन होकर प्रार्थना करेंगे तो ही वहां पे छुटकारा है। കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു, അനേക സംഭവങ്ങൾ ദൈവം ചെയ്തു. कैसे हमने पिछली बार प्रार्थना किया था, बहुत से संभव देखा है ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. और इन दिनों भी परमेश्वर कर रहे हैं। അത് ആമേൻ എങ്ങനെയെങ്കിലും വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, तो कैसे भी आके प्रार्थना कर रहे इसलिए नहीं है, പിന്നെയോ ഏകാഗ്ര ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലായി क्या है एक हृदय होके परमेश्वर के चरणों में रहने के द्वारा है। ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ പൂർണ്ണമായും നമ്മൾ അതിൽ പങ്കെടുക്കണം. आराधना भाग लेने के समय हमें पूरी रीति से उसमें भाग लेना है। പകുതി ആരാധനയിലും പകുതി മറ്റു പലയിടത്തുമായി കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. आधा जो है प्रार्थना, लेकिन आधा किसी और बात में रहेगा तो कुछ नहीं होगा। പലപ്പോഴും നമ്മുടെ ആരാധന ആമേൻ പലവിധമാകുന്ന ചിന്താഭാരത്തിൽ നിറഞ്ഞ നമ്മുടെ ആരാധന നേരെ കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നുണ്ട്. कई बार हमारा आराधना चिंताओं की वजह से सही रीति से नहीं जाता है। അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആരാധനയ്ക്ക് പോയോ എന്ന് ചോദിച്ചാൽ പോയി, इसलिए क्या होता है कि हम अगर आराधना में गए पूछे तो गया, എന്ത് പ്രാപിച്ചെന്ന് ചോദിച്ചാൽ ഒന്നും പ്രാപിച്ചില്ല. क्या प्रार्थना किया करके, क्या प्राप्त किया करके पूछेगा तो कुछ नहीं प्राप्त किया। പിന്നെ എന്താ കിട്ടിയത്? നമുക്ക് ആരാധനയെ കുറിച്ചും അല്ലെങ്കിൽ പ്രസംഗിച്ചവരെ കുറിച്ചും പാടിയവരെ കുറിച്ചും പല അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. परंतु क्या मिला है, वो जो गाना गाया है या जो वचन दिया है उसके बारे में कुछ अभिप्राय मिलता है। ചിലർ പറയാറുണ്ട് നല്ല ആരാധനയായിരുന്നു, कुछ कहते हैं कि अच्छा आराधना था, ഇന്നത്തെ വചനം നല്ല വചനമായിരുന്നു, आज का वचन अच्छा वचन था, പക്ഷെ അതുകൊണ്ട് നിനക്ക് എന്താ ലഭിച്ചത്? उसके वजह से तुम्हें क्या मिला? നീ അവിടെ മാർക്കിടുമ്പോൾ നിനക്ക് അതിൽ നിന്ന് എന്ത് പ്രാപിക്കാൻ കഴിഞ്ഞു? तुम्हें वहां पे जो है अगर तुम देखने के समय तुम्हें क्या प्राप्त हुआ? എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഒരുക്കത്തോടുകൂടെ ആയിരിക്കണം. तो कुछ प्राप्त करना है तो परमेश्वर के चरणों में उस तैयारी से होना चाहिए। യൂത്തിക്കോസിനെ പോലെ 2 ഭാഗവും കേൾക്കുവാൻ ഇരുന്നാൽ ഒന്നും പ്രാപിക്കാതെ പോകും. यूथिकोस के समान अगर दोनों बात सुनने के लिए बैठेंगे तो कुछ नहीं होगा। മാത്രമല്ല ആരാധന നഷ്ടപ്പെടുകയും ചെയ്യും. सिर्फ वही नहीं, आराधना नष्ट भी हो जाएगा, ജീവൻ വരെ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. जीवन भी नष्ट हो सकता है। അതുകൊണ്ട് ആരാധനയിൽ അലക്ഷ്യത പാടില്ല. तो इसीलिए आराधना करने समय हम जो है आलस जैसे नहीं होना है।
ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം ഒരുക്കത്തോടുകൂടെയും പ്രാർത്ഥനയോടുകൂടെയും ദൈവസന്നിധിയിലായിരിക്കുക. परमेश्वर के चरणों में रहने समय हमें परमेश्वर से जो प्रार्थना के साथ हमेशा रहना चाहिए. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടതായ ഒരു കാര്യം കൂടെയുണ്ട്. तो तभी ही हमें जीवन में और एक बात जो बहुत जरूरी है. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ जब भी हम दूसरा कोरिन्थियों उसका 6:16 6 का 16 में जाने के समय അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദൈവാലയത്തിനോട് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത. तो वहां पे ऐसा वचन लिखा है कि मूर्तियों के साथ परमेश्वर के मंदिर का क्या संबंध है. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, क्योंकि हम तो जीवते परमेश्वर का मंदिर है. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. जैसे परमेश्वर ने कहा है कि मैं उनमें बसूंगा और उनमें फिरा ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. और मैं उनका परमेश्वर होगा और वह मेरे लिए लोग होंगे. അങ്ങനെയാണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. वैसा है परमेश्वर ने कहा है. ആമേൻ. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നമുക്കൊരു വേർപാട് ആവശ്യമാണ്. तो परमेश्वर के चरणों में जब आने समय वो एक बदलाव होना चाहिए. അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, उसके 17 आयत में कहा गया है, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ആമേൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. इसलिए प्रभु कहता है कि उनके बीच में से निकलो और अलग रहो और अशुद्ध वस्तुओं को मत छुओ और मैं तुम्हें ग्रहण करूंगा और तुम्हारा पिता होगा और तुम मेरे बेटे और बेटियां होंगे. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഒരു വേർപാട് നമുക്ക് ആവശ്യമാണ്. परमेश्वर के चरण में आने के समय एक अलग होना बहुत जरूरी है. അബ്രഹാം ആരാധിക്കുമ്പോൾ അവൻ വേർപാട് പാലിച്ചു. अब्राहम आराधना करने के समय वो एक अलग जैसा रखा था. മകനെയും കൊണ്ട് അവൻ യാഗം കഴിക്കാൻ പോകുമ്പോൾ മകനും അബ്രഹാമും മാത്രമേ ഉള്ളൂ. अब्राहम जो है बेटे को बलि चढ़ाने लेके जाने के समय उस समय अब्राहम और वो बेटा ही था. പർവ്വതത്തിന്റെ താഴെ വരെ അവന്റെ കൂടെ ചില വേലക്കാരും കഴുതയും എല്ലാം ഉണ്ടായിരുന്നു. तो देखते हैं कि अब्राहम के साथ जब वो गधा और जो है नौकर भी था. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഭവനത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. तो सभी लोग जो है एक साथ शुरुआत किया था यात्रा. 3 ദിവസത്തെ യാത്രയിൽ അതെല്ലാം അവനോട് കൂടെ ഉണ്ടായിരുന്നു. तो जो है उनके साथ वो यात्रा करने 3 दिन तक थे. എന്നാൽ ഇതാ ആരാധനയ്ക്കായി കടന്നു ചെല്ലുമ്പോൾ അപ്പനും മകനും മാത്രമായി കടന്നു പോകും. लेकिन आराधना के जाने समय वो बेटा और बाप ही जब जा रहा है. ആരാധനയ്ക്ക് അലക്ഷ്യമാക്കുന്നതൊന്നും ആരാധനാ സ്ഥലത്ത് പാടില്ല. आराधना के लिए जो कुछ भी जो आलसी ऐसा रखता है या फिर आराधना को रोकता है वो कुछ नहीं होना चाहिए. അത് ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്നതൊന്നും ആരാധന സ്ഥലത്ത് വരാൻ പാടില്ല. आराधना के जो कुछ भी विरोध है कभी भी नहीं आना चाहिए. അബ്രഹാം അതുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി ഒരു വേർപാട് ആചരിച്ചു. अब्राहम इसीलिए आराधना के लिए एक अलग किया था. അതുകൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം അതിന് മറുപടി നൽകി. इसलिए अब्राहम के जीवन में परमेश्वर ने उसका जो जवाब दिए. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, इसलिए इब्रानी किताब में प्रेरित पौलुस कहता है 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് പറയുന്നു, इब्रानी उसका 12 का 1 में ऐसे पौलुस कहता है, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. इस कारण जबकि गवाहियों का एक ऐसा बड़ा बादल हमको घेरे हुए है, तो आओ हर एक रोकने वाली वस्तु और उलझाने वाले पाप को दूर करके वह दौड़ जिसमें हमें दौड़ना है धीरज से दौड़े. അതേ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. सभी पाप है ना. യെസ്, പ്രൈസ് ദി ലോർഡ്. നമ്മെ തടസ്സപ്പെടുത്തുന്ന ചില ഭാരമുണ്ട്. हमें जो रोकने वाली कुछ जो है बोझ है. ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിയാതെ ആരാധിക്കാൻ കഴിയാതെ വണ്ണം തടഞ്ഞു നിർത്തുന്ന ചിലത്. तो कुछ बात है जो हम देखते हैं आराधना में जो रोकता है. ആത്മീക മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന ചില തടസ്സങ്ങൾ. आत्मिक रीति से बढ़ने के लिए जो रोकने वाला कुछ चीजें. ആ തടസ്സങ്ങളെ മാറ്റി നിർത്തിയാൽ മാത്രമേ നമുക്ക് ഓട്ടം മുന്നോട്ട് ഓടുവാൻ കഴിയത്തുള്ളൂ. वो अगर हटाएंगे तो ही हमारा दौड़ हम अच्छे से दौड़ पाएंगे. അതുകൊണ്ട് പൗലോസ് പറയുന്നത് അതെല്ലാം മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ആരാധനയ്ക്ക് പങ്കെടുക്കാൻ. इसलिए पौलुस कहता है कि वो सब अलग करके रख के हमें आराधना में प्रवेश करना है. നാം ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കുന്നത്? हम आराधना बैठने समय कौन सी रीति से आराधना बैठते हैं? സകല ഭാരവും പാപവും അല്ലെങ്കിൽ സകല പ്രശ്നങ്ങളുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണമാണോ ഇരിക്കുന്നത്? क्या हम सारे प्रश्न को रख के हम प्रार्थना करे बिना ऐसे बैठते हैं क्या? നമ്മുടെ ആ ഭാരവും എല്ലാം കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം. हमारा भोजन सब हम परमेश्वर के सामने जो है रख दे.
ദൈവവചനം പറയുന്നു, നിന്റെ സകല ഭാരവും സകല ചിന്താകുലവും എന്റെ മേൽ ഇട്ടുകൊള്ളുക. तो हम सब कुछ ये यीशु मसीह का वचन कहता है, सारा बोझ सब कुछ हम चिंता परमेश्वर के ऊपर डाल दो। അതുകൊണ്ട് നമുക്ക് എല്ലാ ഭാരവും ഇറക്കി വെച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കാം. तो इसलिए हमें सारा बोझ जो है उतार के रख के हम प्रार्थना करते हैं। നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ വ്യഥകളും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് ആരാധിക്കാം. तो हम जो है परमेश्वर के चरणों में सब कुछ रख के हम आराधना करते हैं। നമ്മെ തടസ്സപ്പെടുത്തുന്നത്, ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്നതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ആരാധിക്കാം. आराधना के लिए जो कुछ भी हो सब कुछ हटाकर हम आराधना करें। ആരാധനയുടെ മധ്യേ വരുന്ന എല്ലാ തടസ്സങ്ങളും നമുക്ക് മാറ്റി നിർത്താം. जो कुछ भी हमें रोक रहा है वो भी हम उसे हटाए। അബ്രഹാമിന് അറിയാം, ഈ തന്റെ തന്റെ കൂടെ വന്ന ഈ ആൾക്കാരെയും കൊണ്ട് ആരാധിക്കാൻ കഴിയത്തില്ല. अब्राहम को पता है कि जो है उनका जो नौकर है उसको भी लेके आएंगे तो नहीं कर पाएंगे। അവിടെ ആരാധന നടക്കത്തില്ലെന്ന് അബ്രഹാമിന് അറിയാം. वहां पे आराधना नहीं होगा करके अब्राहम को पता है, അതുകൊണ്ട് അവൻ അവരുടെ ഇടയിൽ നിന്നും വേർപെട്ടു. इसीलिए वो उससे जो है अलग हो गया। ഇവിടെ പൗലോസ് പറയുന്നു, അവരുടെ ഇടയിൽ നിന്നും നാം വേർപെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. तो इसीलिए वहां पे कहा है, परमेश्वर कहता है कि हमें उससे अलग रहना चाहिए। അവൻ പഴയ നിയമത്തിലെ ഒരു ഭാഗം എടുത്താ പറയുന്നത്, ദൈവം ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വേർപാട് വേണം. तो पुराने में वो कहता है कि तुम्हारे जो है पाप से एक अलग होना चाहिए। ആമേൻ. ആ വേർപാട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ആത്മാവിൽ ആരാധിക്കാൻ കഴിയും. तो वैसे हम अलग होने के समय हम परमेश्वर की आराधना कर सकते हैं। ഇന്ന് പലപ്പോഴും ആരാധിക്കാൻ കഴിയാത്തതിന്റെ കാരണം വേർപാട് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. तो आज लोग आराधना नहीं कर पाते क्योंकि वो अलग नहीं करते हैं। പ്രിയമുള്ളവരെ, ചിലരിൽ നിന്നെല്ലാം നമ്മൾ വേർപെട്ടേ മതിയാവും. कुछ चीजों से हमें अलग होना जरूरी है, ചിലതെല്ലാം നാം മാറ്റി നിർത്തിയേ മതിയാവും. कुछ बातें हमें अलग रखना जरूरी है। അത് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. अगर वो एक साथ रहेगा तो हम आराधना नहीं कर पाएंगे। എന്നാൽ ഇന്ന് പകൽക്കാലം ആമേൻ ഒരു വിഷയം കൂടെ ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. परंतु आज जो है और एक विषय के बारे में बोल के हम प्रार्थना में जाते हैं। ഉറങ്ങിയാൽ സംഭവിക്കുന്ന ആമേൻ ഒരു വിഷയം കൂടെ നമുക്ക് ചിന്തിക്കാം. सोने के समय होने वाला और एक बात है, हम देखते हैं മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. मत्ती की किताब उसका 26वां अध्याय में हम देख सकते हैं അതിന്റെ 40-41 വാക്യങ്ങൾ. उसका 41 आयत। ആമേൻ. അവിടെ നമ്മൾ കാണുന്നു, ആമേൻ, യേശു ക്രിസ്തു പത്രോസിനോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞു, ഉണർന്ന് പ്രാർത്ഥിക്കുക. वहाँ पे हम देखते हैं कि यीशु मसीह पतरस से अपने चेलों से कह रहे हैं कि जागते रह के प्रार्थना करने के लिए, എന്നാൽ അവർ ഉറങ്ങിപ്പോയി. लेकिन वो लोग सो गए। ആമേൻ. പത്രോസിനോട് ചോദിച്ചു, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ എന്ന് ചോദിച്ചു. पतरस को पूछते, क्या तू जो एक भी जो है बार मेरे साथ तुम जगे नहीं रह सकते हो? ആമേൻ. നിനക്ക് അല്പസമയം പോലും എന്നോട് കൂടെ ഉണർന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലേ? क्या तुम थोड़ा समय भी मेरे साथ जो है जागते रह के प्रार्थना नहीं कर सकते हो? എന്തുകൊണ്ട് പത്രോസ് ഉറങ്ങിയെന്ന് ചോദിച്ചാൽ, पतरस क्यों सो गया करके पूछेंगे तो കർത്താവിന്റെ വേദന പത്രോസിന് അറിയത്തില്ലായിരുന്നു. मसीह का जो दर्द है पतरस नहीं जानता था। കർത്താവ് പ്രാണവേദനയിലായിരിക്കുമ്പോൾ ശിഷ്യന്മാർ കിടന്നുറങ്ങുക. मसीह जो है इतने दर्द में है लेकिन लोगों को नहीं पता था। അത് യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. वो जो यीशु मसीह की प्रार्थना करने नहीं बोला है, ആമേൻ. കാരണം നിന്റെ മുമ്പിൽ ഒരു വലിയ പരീക്ഷ വരാൻ പോകുന്നു, അതിൽ നിന്ന് നീ വിജയിക്കണം. क्योंकि तुम्हारे सामने एक बड़ा जो परीक्षा आने वाला है, उससे तुम्हें विजय प्राप्त करना है। അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കും. इसीलिए कहा गया है कि हमें जो है प्रार्थना में एकदम जागते रह के प्रार्थना करना है। കാരണം നമുക്കത് മുമ്പ് ഒരു വലിയ പരീക്ഷ നമ്മുടെ മുമ്പ് നിൽക്കുക. क्योंकि हमारे सामने एक बहुत बड़ा जो परीक्षा हमारे सामने है, അത് ജയിക്കണമെങ്കിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. उसमें अगर जीतना है तो हमें प्रार्थना करना बहुत जरूरी അവൻ है। ഉറങ്ങിപ്പോയി. लेकिन वो सो गया, അതുകൊണ്ട് എന്താ ചെയ്തത്? इसलिए क्या हो गया, അവന് പരീക്ഷയിൽ തോൽവി സംഭവിച്ചു. वो जो है परीक्षा में जो उसको हार हो गया। ആമേൻ. അവന്റെ ജീവിതത്തിൽ ആണ് സംഭവിച്ചത് ആ തോൽവി. और उनके जीवन में वो हार हुआ है। കാരണം യേശുവിനെ പിടിച്ചപ്പോൾ അവനിതാ വാൾ ഊരി ഒരു ആമയെ പടയാളിയെ വെട്ടുക. इसीलिए जो है वो हम देखते हैं कि एक जो है तलवार उठा के वो काटते हुए, അവൻ വാൾ ഊരി വെട്ടുമ്പോൾ കഴുത്ത് ലക്ഷ്യമാക്കിയാണ് വെട്ടുന്നത്. तो वो जो है गले का सोच के वो काटता है, പക്ഷെ കൊണ്ടത് ആമേൻ അവന്റെ ചെവിയില. परंतु वो जो है उनके कान में जाके कटता है। ഇന്നും ഉറക്കത്തിൽ കിടന്നിട്ട് പലരും വെട്ടുന്നുണ്ട്. इसीलिए बहुत लोग जो है आज भी नींद में काटते हैं, പക്ഷെ കൊള്ളേണ്ട രീതിയിലൊന്നും കൊള്ളുന്നില്ല. लेकिन वो जैसा होना चाहिए वैसा नहीं हो रहा है। അതുകൊണ്ട് പ്രതിഫലം ഒന്നും ലഭിക്കുന്നില്ലെന്നാ. इसीलिए प्रतिफल कुछ नहीं मिलता है।
അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥന ഒരു കുറവില്ല, പക്ഷെ പ്രാപിക്കാനുള്ളതൊന്നും പ്രാപിക്കാൻ കഴിയുന്നില്ല. इसलिए प्रार्थना करें लेकिन प्रार्थना के लिए कुछ हो रहा नहीं है और कुछ प्राप्त नहीं कर पा रहे हैं। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം. इसलिए इन दिनों में हम जो है जागते हुए प्रार्थना करें। ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാം. तो इसीलिए हम नींद से जागते हुए प्रार्थना करें। പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാം. हम बिल्कुल ही परीक्षा में ना पढ़ते हुए प्रार्थना करें, कोशिश ജീവിതത്തിൽ ഒരു करें। വേർപാട് ആമേൻ പാലിച്ചുകൊണ്ട് ആരാധിക്കാം. जीवन में एक जो है अलगदाई ऐसे रख के हम प्रार्थना करें। ആത്മീക ആരാധന നഷ്ടപ്പെടാതെ നമുക്ക് ആരാധിക്കാം. आत्मिक आराधना को नष्ट ना करे बिना आइए हम प्रार्थना करते हैं। ആത്മീക ഭോജനം കഴിച്ചുകൊണ്ട് ആരാധിക്കാം. आत्मिक भोजन खाते हुए जो है आराधना करते हैं। നമ്മുടെ ആത്മീക ജീവിതത്തെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ആരാധിക്കാം. हमारे आत्मिक जीवन को थोड़ा और बढ़ा के आइए हम आराधना करते हैं। ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചു, പലരുടെയും ജീവിതത്തിൽ ആരാധന നഷ്ടപ്പെട്ടു. सुबह से मैंने सोचा कि कई सारे लोगों के बीच जो है आराधना नष्ट हो गया। അതിന്റെ കാരണം അവർ ആമേൻ ഉറക്കത്തിലായതുകൊണ്ടാണ്. उसका कारण क्या है कि वो नींद में थे इसीलिए। ഇന്ന് പകൽക്കാലം നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. आइए हम हमारे आंखों को बंद करें, നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करें। ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. आज सुबह के समय हम अपने आप को ही परखें। ഈ ഉറക്കം കൊണ്ട് ആത്മീക ജീവൻ നഷ്ടപ്പെട്ടവർ, ये नींद की वजह से आत्मिक जीवन नष्ट किया हुआ लोग, ആത്മീക ആഹാരം നഷ്ടപ്പെട്ടവർ, आत्मिक भोजन नष्ट किया हुआ लोग, ആത്മീക ആരാധന നഷ്ടപ്പെട്ടവർ, आत्मिक आराधना नष्ट किया हुआ लोग, വേർപാട് നഷ്ടപ്പെട്ടവർ, जो है हटाकर रखना, एक बदलाव रखना नष्ट किया हुआ लोग, പരീക്ഷയിൽ തോൽവി സംഭവിച്ചവർ, परीक्षा में हार पाए हुए लोग, അവരെല്ലാം നമുക്ക് ചുറ്റും നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. वो सब हमारे आजू रुक के बोलते हुए बात है। ആകയാൽ ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിക്കുക. इसीलिए जागते हुए प्रार्थना करो। ആമേൻ. ഏത് സമയത്താണ് കർത്താവ് വരുന്നതെന്ന് അറിയായികയാണ്. कौन से समय पिता आ रहा है करके नहीं पता है, इसलिए നമുക്ക് ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിക്കാം. हम जागते रहे, प्रार्थना करें। അനേകർ ഉറങ്ങിപ്പോയി. कहीं जन सो गए, അവർക്ക് അനേക കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. कहीं बात नष्ट हो गया, എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ആ നഷ്ടപ്പെട്ടത് മടക്കി കൊണ്ടുവരുവാൻ, लेकिन जो है आज वो नष्ट हो गया, वापस लाने के लिए നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. हम अपने आप को परमेश्वर के हाथ में समर्पण करते हैं। ഈ ദിവസങ്ങളിൽ ആരാധിക്കേണ്ട രീതിയിൽ ആരാധിച്ചു മുന്നേറുവാൻ इन दिनों में आराधना करने के, इसे आराधना करने के लिए നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. हम परमेश्वर के हाथ में समर्पण करते हैं, പ്രാർത്ഥിക്കാം. हम प्रार्थना करते हैं। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, स्वर्गीय पिता हमारे अच्छे परमेश्वर, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. इस अच्छे समय के लिए हम धन्यवाद देते हैं। ഇന്ന് പകൽക്കാലവും ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ये सुबह के समय भी हमें अपने इकट्ठा किया धन्यवाद देते हैं। വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. वचन सुने सभी लोग अपने हाथ में समर्पण करके प्रार्थना करते हैं। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. पिता पुत्र पवित्र आत्मा के नाम से अनुग्रह की प्रार्थना करते हैं। ഞങ്ങൾ ആരാധിക്കേണ്ട രീതിയിൽ ആരാധിച്ചു മുന്നേറുവാൻ, हम आराधना करने सहायता करना ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ और नींद से उठने के लिए ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറാകണം. परमेश्वर हमें कृपा करे। ഇത്രത്തോളം ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. अभी तक बल दिया, उसके लिए धन्यवाद देते हैं। തുടർന്ന് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. आगे भी आपके हाथों में समर्पण करते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुनने धन्यवाद, प्रभु यीशु मसीह के नाम से हम मांगते हैं। ആമേൻ.